നിങ്ങളെല്ലാവരും കൂടി എന്നെ വിളിച്ച് എനിക്ക് നൽകുന്ന ഈ ആദരവിന് ഞാൻ എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി ആശംസിക്കുന്നു. മാത്രമല്ല, ഇവിടെ കൂടിയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഇവിടെ വരാത്തവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ഞങ്ങൾ വെറും സാമൂഹ്യ പ്രവർത്തകരല്ല, മറിച്ച് ദൈവത്തോടടുത്ത് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വ്യക്തികളാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂടിക്കാഴ്ച, ദൈവവും മനുഷ്യനും തമ്മിലുള്ള സംഭാഷണം, അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് നിങ്ങളോട് പ്രത്യേകമായിട്ട് നന്ദി പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഞാൻ അതിരൂപത മെത്രാപ്പോലീത്ത ആയത് നിങ്ങളുടെ മാധ്യമങ്ങളിൽ TV ആയാലും പ്രിന്റ് മീഡിയ ആയാലും എല്ലാ മീഡിയകളിലും വളരെ നന്നായി കൊടുത്തു എന്നുള്ളതാണ്. നിങ്ങൾ പലരും അന്ന് അവിടെ വന്നിരുന്നു. അതിന് നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. കോൺഗ്രസിന്റെ വ്യക്തികളായിട്ടുള്ള ശ്രീമാൻ വേണുഗോപാൽ, നമ്മുടെ പാർലമെന്റ് മെമ്പർ MK രാഘവൻ, അതുപോലെ മറ്റു രാഷ്ട്രീയ നേതാക്കൾ MT രമേശ് ഉണ്ടായിരുന്നു, MK മുനീർ വന്നിരുന്നു. എല്ലാ പാർട്ടികളിലെ പ്രതിനിധികളും പ്രധാനപ്പെട്ട ആളുകളൊക്കെ എന്നെ വന്ന് കാണുകയുണ്ടായി. അത് കാണിക്കുന്നത് എന്നോട് അവർ കാണിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് ഞാൻ കരുതുകയാണ്. ഒരിക്കൽ കൂടി പത്രപ്രവർത്തകരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ആ കാലി കഴിയതിനു ശേഷം അവിടെ നിന്ന് പറഞ്ഞത്, നിങ്ങളെന്നെ ഗുരുവെന്ന് വിളിക്കുന്നു, നിങ്ങളെന്നെ നാഥനെന്ന് വിളിക്കുന്നു. ഗുരുവും നാഥനുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയെങ്കിൽ നിങ്ങളും പാദങ്ങൾ കഴുകണം എന്ന ആ ഒരു കാര്യം പഠിപ്പിക്കുകയായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ, നമ്മൾ മനുഷ്യർ അധികാരമുള്ളവര്, അധികാരം എന്ന് പറയുന്നത് ശുശ്രൂഷയാണ്. മറ്റുള്ളവരെ വളർത്തുന്നതിന് വേണ്ടി നമുക്ക് ഈശ്വരൻ നൽകുന്ന, ദൈവം നൽകുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവർ നൽകുന്ന ഒരു സമ്മാനമാണ്. അതുകൊണ്ട് ആ അധികാരത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഈ അധികാരം ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണമെന്ന് ഈ വ്യാഴം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നാളെ ദുഃഖവെള്ളിയാണ്. മനുഷ്യരാശിക്ക് വേണ്ടി, മനുഷ്യന്റെ പാപങ്ങൾ മോചിക്കുന്നതിന് വേണ്ടി ദൈവപുത്രൻ കുരിശിൽ അത് 2 കള്ളന്മാരുടെ നടുവിൽ മരിച്ചു എന്ന് നമ്മൾ അറിയുന്ന ഒരു ദിവസമാണ്. നാളെ എല്ലാ ദേവാലയങ്ങളിലും കുരിശിന്റെ വഴികളും അതുപോലെ മറ്റു പ്രാർത്ഥനകളൊക്കെ ഉണ്ടാകും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാനും നിങ്ങൾക്ക് വേണ്ടി നാളെ പ്രത്യേകം പ്രാർത്ഥിക്കും. ദുഃഖവെള്ളി, അത് കൊടിയുടെ ഓർമ്മ. അതായത് മാനവരാശിയുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ദൈവപുത്രൻ കുരിശിൽ കയറുന്ന കാഴ്ചയാണ് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ കാണുന്നത്. ഇതൊക്കെ പറഞ്ഞാൽ മനുഷ്യന് വേണ്ടി ത്യാഗം സഹിക്കാൻ, മനുഷ്യന് വേണ്ടി തന്നെ തന്നെ നൽകാൻ തയ്യാറാകണമെന്ന് പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ഈ കുരിശുമരണം എന്ന് പറയാൻ സാധിക്കും. അതിനെ വിളിക്കുന്നത് ഫീനിക്സ് പക്ഷിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഫീനിക്സ് പക്ഷി മരുഭൂമിയിൽ ഒരു ചിതയുണ്ടാക്കി ആ ചിതയിലേക്ക് ചാടി ആത്മാഹുതി നടത്തുകയാണ്. ഏതാനും നിമിഷം കൊണ്ട് ഐതിഹാസികമായ ജീവിതം ഒരു പിടി ചാരം മാത്രമായി തീരുന്നു. നമുക്ക് തോന്നുന്നു എല്ലാം അവസാനിച്ചുവെന്ന്. പക്ഷേ ആ നിതാന്ത ശൂന്യതയിൽ നിന്ന്, ഇരുണ്ട ചാരത്തിൽ നിന്ന്
കുറച്ചു കഴിയുമ്പോൾ ഒരു കൊച്ചു പക്ഷി ആകാശത്തിലേക്ക് പറന്ന് ഉയരുകയാണ്. മനുഷ്യന്റെ ഉയർപ്പിന്റെ, മനുഷ്യന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒക്കെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ഈ ഫീനിക്സ് പക്ഷിയുടെ കഥ. ഇതുപോലെ തന്നെ ക്രൈസ്തവ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ ഈ ഫീനിക്സ് പക്ഷിയിൽ ക്രിസ്തുവിനെ കാണുകയുണ്ടായി. ഇതുപോലെ തന്നെ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് പാപത്തെ മൂലം ചെയ്തുകൊണ്ട് അവിടുന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് നമ്മൾ വിശ്വസിക്കുക. എന്നെ അഭിനന്ദിക്കാൻ വേണ്ടി വരികയുണ്ടായി. കൂടാതെ വിവിധ പാർട്ടികളിൽ, ഈ പാർട്ടി ആ പാർട്ടിയൊന്നുമല്ല, എല്ലാ പാർട്ടികളിലെയും അംഗങ്ങൾ എന്നെ കാണുന്നതിന് വേണ്ടി വന്നു. പത്രക്കാരുടെ വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടും ഈ ഒരുമയുടെ, കൂട്ടായ്മയുടെ, ഐക്യത്തിൻ്റെ ഒക്കെ ഒരു ദർശനം, ആ ഒരു പ്രഖ്യാപനം വഴി ഇവരെ കൈവരുത്താൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുഃഖത്തിലേക്കാണ് നമ്മൾ ഈ ചോദ്യം കൊണ്ടുപോകുന്നത്. നമ്മുടെ കുടിയേറ്റ മേഖലകളിൽ ജനങ്ങൾ അവരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് വന്യമൃഗങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ട് അവർ ജീവിക്കുകയാണ്. അവിടെ ജീവിക്കാൻ ഇപ്പോൾ ആളുകൾ പണ്ട് കുടിയേറിയെങ്കിൽ ഇപ്പോൾ കുടിയിറക്കം നടക്കുകയാണ്. അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. ഇവിടെ എങ്ങനെ നിൽക്കാം എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഒരു 2 മാസം മുമ്പ് ഞാനും തിരുവനന്തപുരം ആർച്ച് ഡയസിന്റെ കാർഡിനലായ ക്ലീമിറ്റ് പിതാവും അത് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിലും കൂടി മുഖ്യമന്ത്രിയെ പോയി കാണുകയുണ്ടായി. മുഖ്യമന്ത്രിയോട് ഇവരനുഭവിക്കുന്ന വേദനകളെ കുറിച്ച്, വിഷമത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ പറയുകയുണ്ടായി. വളരെ അനുഭാവപൂർവ്വം മുഖ്യമന്ത്രി കേട്ടു. അദ്ദേഹം തന്റെ സെക്രട്ടറിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്താ വേണ്ടത് ചെയ്യാമെന്നാണ് അന്ന് മുഖ്യമന്ത്രി ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളത് വിശ്വസിക്കുന്നു. നന്മ കൈവരുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ഒന്നും നടക്കാതെ വരില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ നടക്കും. അവർ പതുക്കെ പതുക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും ശക്തികളുണ്ടെങ്കിൽ അവരെ താത്കാലിക ശക്തികളാക്കി മനസ്സിലാക്കി അവരെ പിടിച്ച് മാറ്റിയെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അത് അവർക്കെതിരായിട്ട് പറഞ്ഞതാണ്, ഇവർക്കെതിരായിട്ട്, ഞാൻ ആർക്കെതിരായിട്ട് പറഞ്ഞത്. എനിക്ക് ആരും എതിരുള്ളവരായിട്ട് ആരും തന്നെ ഇല്ല. എല്ലാവരും ഉൾക്കൊള്ളാനും എല്ലാവരും സ്നേഹിക്കാനും എല്ലാവരെയും ആലിംഗനം ചെയ്യാനും ഞാൻ നോക്കുന്നത്. എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ തൊട്ട അയൽപക്കത്തുണ്ടായിരുന്നത് മുസ്ലിം സഹോദരങ്ങളാണ്. അതുകൊണ്ട് ഇന്നലെ ഞാൻ അവിടെ ചെല്ലും, എൻ്റെ നാട്ടിൽ ചെല്ലുമ്പോൾ അവരെല്ലാം എന്നെ സ്വീകരിക്കാനായിട്ട് ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്നു. എൻ്റെ തൊട്ടടുത്തുള്ളത് ഹിന്ദു സഹോദരങ്ങളാണ്. അവരിതുപോലെ തന്നെ ഞാൻ അവിടെ ചെന്നപ്പോൾ, അതായത് എൻ്റെ ആങ്ങള, അവിടെയുള്ള പെൺകുട്ടിയൊക്കെ പറയാൻ ഞങ്ങളുടെ ആങ്ങള അല്ലെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മെത്രാപ്പോലിറ്റി ആയതിൽ അഭിമാനിക്കുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഓർക്കുകയാണ്, ഈ എറണാകുളത്ത് കെട്ടിരിക്കുന്ന ഒരു സ്ത്രീ, എന്നേക്കാൾ കുറച്ച് താഴെയുള്ളതാണ്. അവളുടെ പേര് ഉസൈബ എന്നാണ്. ഇന്നലെ രാത്രി അവൾ വിളിച്ചിട്ട് അവൾ പറയായിരുന്നു, എനിക്ക് ഇത്രമാത്രം ആനന്ദം, മെത്രാപ്പോലിറ്റി ആയതിൽ എനിക്ക് വളരെ ആനന്ദമുണ്ട്, സന്തോഷമുണ്ടെന്ന് പ്രത്യേകമായിട്ട് ഉസൈബ എന്നെ വിളിച്ചിരുന്നില്ല പറയായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നും കൂടാതെ എല്ലാവരും സ്നേഹിക്കാൻ പഠിപ്പിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. ആ ഒരു സംസ്കാരം വളർത്താൻ വേണ്ടി നമ്മൾ ഒത്തിരി പ്രവർത്തിക്കുന്ന പറയുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഹലോ, ആരെയും ഞാൻ വ്യക്തമായിട്ട് കലാപകാരികളെന്നൊന്നും പറഞ്ഞില്ല. അതുപോലെ ആരെയും ഞാൻ വൈശാഖി ശക്തികളൊന്നും വിളിച്ചില്ല, സാത്താന്മാരൊന്നും പറഞ്ഞില്ല. മറ്റ് സാത്താനിക ശക്തികൾ ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കണമെന്ന് മാത്രമേ പറഞ്ഞു. ഈ രാജ്യത്തിലെ എല്ലാവരുടെയും ആവശ്യമാണ് ജാതിമത ഭേദമന്യേ ഇതൊന്ന് കൂട്ടമായിട്ട് നിന്നിട്ട് എങ്ങനെ അത് തീർക്കാം. ഈ 610 കുടുംബങ്ങൾക്ക് അവർക്കൊരു സുരക്ഷിതത്വം വേണം. ഏതെങ്കിലും
സമയത്ത് അവരെ കുടിയിറക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നത് എങ്ങനെ അവർക്ക് ജീവിക്കാൻ പറ്റാം? മാത്രമല്ല അവരുടെ ഈ വക്കപ്പിന്റെ കീഴിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം അവർക്ക് ബാങ്കിൽ നിന്ന് ഒരു ലോൺ കിട്ടില്ല, ഒരു അവകാശം ഉണ്ടാവില്ല, അവർ ആർക്ക് വേണമെങ്കിൽ എപ്പോൾ കഴിക്കാം. അപ്പോൾ 210 കുടുംബങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ രാജ്യത്ത് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അവിടെ ജാതിയിലെ മതമില്ലൊന്നുമില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. പിന്നെ പ്രത്യേകമായിട്ട് ഞാൻ ആരെയും കൃത്യമായിട്ടൊന്നും പറയുന്നില്ല, കാരണം അത് ജുഡീഷ്യൽ ഇതിൽ നിൽക്കുന്നുണ്ട്, ഒരു കമ്മീഷന് നിയമിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ വക്കപ്പോട്ട് തന്നെ ഇപ്പോൾ കോഴിക്കോട് അതിനെപ്പറ്റി ഒരു നടന്നതിൽ പക്ഷേ വിധി പറയരുതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് പക്ഷെ ഇത്രയേ ഉള്ളൂ, ആ ഇഷ്യൂ നമ്മൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് തീർക്കണമെന്നാണ് എനിക്ക് പറയാൻ. അവിടെ ജാതി ഈ മതത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ജാതിയുടെ പേരിലൊന്നും കലയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിന്റെ പേരിലൊക്കെ കലയിക്കല്ല, മറിച്ച് ഒരുമിച്ച് വരികയാണ് പിന്തുണ. അത് ആ മുൻപത്തുള്ള ആളുകളുടെ സകലവും വിഷമമൊക്കെ കണ്ടിട്ട് അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി KCBC എടുത്തൊരു തീരുമാനമാണ്. അതായത് ഈ നിയമം വന്നാൽ അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷെ ഇന്നലെ മന്ത്രി റിവ്യൂ പറഞ്ഞതനുസരിച്ച്, അതായത് മുൻകാല പ്രാബല്യം ഇതിനുണ്ടാകുമെന്ന് അറിയില്ലാത്ത പറഞ്ഞു. ഏതൊരു നിയമം ഉണ്ടാക്കുമ്പോഴും റിട്രോ ആക്റ്റീവ് ഇഫക്റ്റ് വളരെ കുറവാണ്, അല്ലെങ്കിൽ അതിനകത്ത് നിയമത്തിന് പ്രത്യേകം എടുത്ത് പറയണം. ഇവിടെ അത് പറഞ്ഞിട്ടില്ലാതെ ഞാൻ അറിയുന്നത്, അത് തന്നെ മന്ത്രി പറഞ്ഞത്. പക്ഷെ എൻ്റെ വിശ്വാസം ഇവരെല്ലാവരും ചേർന്ന് ഈ പരിഹരിക്കുമെന്നുള്ളൂ. പിന്നെ എനിക്കൊരു പ്രതീക്ഷയുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫറൂഖ് കോളേജ് നമ്മുടെ നാട്ടിലുള്ള കോളേജാണ്. ഈ ഫറൂഖ് കോളേജിലെ അതിന്റെ സ്ഥാനത്തിരിക്കുന്നവര് ഇത് വഖഫ് ബോർഡിൻ്റെതല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രവർത്തനം ജയിക്കുകയാണെങ്കിൽ ഈ മുൻപത്തെ നിവാസികൾക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ കാരണം അവരാണല്ലോ ലാൻഡ് ഇവർക്കൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് വഖഫ് ബോർഡിൻ്റെതാണെങ്കിൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ കോളേജിൽ ഉണ്ടാവാൻ വഴിയുണ്ട്. കാരണം കോടിക്കണക്കിന് രൂപ അവർ കൊടുക്കേണ്ടതായിട്ട് വരും, ധാരാളം ആളുകളെ പുറത്തിറക്കേണ്ടി വരും, അതൊക്കെ വലിയ പ്രശ്നമായിട്ട്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ നിലപാട് പറയുന്നു വഖഫ് നിയമം നല്ലതാണെന്ന് പറയുന്നു, MP-മാർക്ക് കത്ത് കൊടുക്കുന്നത് പാസ്സാക്കാൻ. ആ ഒരു നിലപാട് ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇത്ര വലിയ വിഭജനത്തിലേക്ക് ഈ നിയമം മാറുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അത് തീരുമാനമെടുക്കുമ്പോൾ ഒരു അവൈലബിൾ ആയിട്ടുള്ള മെത്രാന്മാരൊക്കെ ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുകയും അല്ല. അന്ന് അത് ആവശ്യമാണെന്ന് കരുതി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളൂ. പക്ഷെ പിന്നീട് അത് തിരുത്തപ്പെട്ട് പോയെന്ന് തോന്നുന്നുണ്ട്. അല്ല, പിന്നീട് ഈ കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ അത് തിരുത്തത്തിലെടുത്തൊരു തീരുമാനമാണെന്ന് തോന്നുന്നുണ്ട്. ഞാനത് അങ്ങനെ പറയില്ല. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം അവരെടുത്തു. ആരെയും വേദനിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ലേ, മുൻപത്തെ ആളുകളെ മുൻകൂട്ടി കണ്ടു. വേറെ ഒന്നും ഇഷ്യൂസ് ആയിട്ടൊന്നും ഇരുന്നിട്ടല്ല. മുൻപത്തെ ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് അത് ദൂരീകരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഈ നിയമം മാറ്റം സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവർ KCBC പറഞ്ഞതാണ്. KCBC എന്ന് പറയുമ്പോൾ കേരള കത്തോലിക്ക മെത്രാന്മാരുടെ സമിതിയാണ്, എല്ലാവരും. അപ്പോൾ അത് ഞാനും അതിനകത്ത് പെട്ടുന്നതാണ്. പക്ഷെ വാസ്തവം പറഞ്ഞ് ഞാൻ അന്ന് അമേരിക്കയിലായിരുന്നു. ഞാൻ അമേരിക്കയിൽ ഒരു പരിപാടി എന്തും ചെയ്യാമെന്ന് ഞങ്ങൾ ഇന്നാൾ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറയുണ്ടായി. അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ മുഖ്യമന്ത്രിക്ക് ഈ നിയമപരമായിട്ടുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നും കൂടി നമ്മുടെ KV തോമസ് മാസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. തോമസ് മാസ്റ്റർ പറഞ്ഞു, ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് താല്പര്യമെന്ന് തോമസ് മാസ്റ്റർ എന്നോട് പറഞ്ഞു. അതിനുവേണ്ടി നമുക്കൊരു ദിവസം മുഖ്യമന്ത്രിയെ പോയി കാണാം എന്ന് കൂടി തോമസ് മാസ്റ്റർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങൾ പോയിട്ട് ഒന്നുകൂടി മുഖ്യമന്ത്രിനെ കാണുന്നതായി. അത് നമ്മൾ ഒരുമിച്ച് വന്നിട്ട് ചർച്ച ചെയ്ത്
പുനർജന്മം നടത്തുകയാണെങ്കിൽ അത് കാരണം ഇതുകൊണ്ട് നമുക്കൊരു ഉപകാരമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റും അല്ലേ? ഇതുകൊണ്ട് ഇപ്പം കേട്ടിടത്തോളം അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയതുകൊണ്ട് പോലും നമുക്കൊരു ഉപകാരമില്ലാതെന്നാണ് കേൾക്കുന്നത്. കാരണം ഈ മുൻകാല പ്രാബല്യം ഇല്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് അതിനെ കാണുന്നത്. പക്ഷെ മുൻകാല പ്രാബല്യം അവർ പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായി നമ്മൾ സപ്പോർട്ട് ചെയ്യും. കാരണം അതുകൊണ്ട് നമ്മൾ മുസ്ലിമുകളുമായിട്ട് വഴിക്കിടാനോ അവരെ അകറ്റി നിർത്താനോ അങ്ങനെയൊന്നും നമ്മൾക്ക് ഇപ്പോൾ സാധിക്കാരി നമ്മുടെ പാണക്കാട് സാധിക്കാരി തങ്ങളും അതുപോലെ മറ്റുള്ള മുസ്ലിം നേതാക്കളൊക്കെ ഞങ്ങളെ വന്ന് കാണുകയുണ്ടായി. അവർ പറഞ്ഞത് എന്ത് വേണേലും ഇതിനു വേണ്ടി നമ്മൾക്ക് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പൊ അവരും ഇത് തീർക്കണം എന്നുള്ള ഇതാണ്. എൻ്റെ മതം, എൻ്റെ പാർട്ടി, എൻ്റെ ജാതി, എൻ്റെ കുടുംബം അങ്ങനെ. അപ്പൊ പിന്നെ അതിൻ്റെ വെളിച്ചത്തിൽ അവരൊക്കെ സംസാരിക്കും. പക്ഷെ അത് സമൂഹത്തിൽ പ്രത്യേകിച്ച് ആളുകൾ തമ്മിൽ അകൽച്ച ഉണ്ടാക്കാൻ കാരണമാവും. അതാണ് ഞാൻ പറയുന്നത്, അകൽച്ച ഉണ്ടാക്കാൻ ഒരിക്കലും കാരണമാക്കരുത്. ഇയാൾ കാര്യങ്ങളൊക്കെ അത് ശരിയായി പഠിച്ച് ഞാൻ പറയുന്നത് ഒരു വിവേകത്തോടുകൂടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ എല്ലാവരും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാക്കണം. ഒരു വൈകാരികമായിട്ടുള്ള പ്രശ്നമായിട്ട് എടുക്കാതെ ആ ജനങ്ങളുടെ പ്രശ്നം 610 കുടുംബങ്ങളുടെ പ്രശ്നം റിയൽ പ്രോബ്ലമാണ്. ആ പ്രോബ്ലം എങ്ങനെ പരിഹരിക്കാമെന്ന് എല്ലാവരും കൂടി ഇരുന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കും. അവിടെ ഉള്ള പള്ളിയുണ്ടല്ലോ, അവിടെ ആ ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരിക്കും ഈ ഫംഗ്ഷൻസ് നടക്കുക. ധാരാളം മെത്രാന്മാരും കർദിനാൾമാരും അച്ഛന്മാരും സന്യാസികളും അതുപോലെ നാട്ടുകാരെല്ലാവരും പ്രത്യേകിച്ച് പത്രപ്രവർത്തകരായ നിങ്ങളെ ഓരോരുത്തരെയും വളരെ സന്തോഷത്തോടുകൂടി ആ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ വരണം. ഞാനിന്ന് നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ബിരിയാണിയൊക്കെ തരണമെന്ന് വിചാരിച്ചതാണ്. അപ്പൊ പറഞ്ഞ് ബിരിയാണി ഒന്നും കൊടുക്കണ്ട, കൊടുക്കണ്ടാന്ന് പറഞ്ഞതുകൊണ്ടാണ് ബിരിയാണി ഞാൻ വാങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ എവിടെന്നെങ്കിലും ബിരിയാണി കൊണ്ടുവന്നേനെ. പറഞ്ഞ ആളെ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്, ജിലേബി കൊണ്ടുവന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇത്ര ആളുകളുണ്ട്, 2-3 എണ്ണം വെച്ചടിക്കാൻ പറ്റും. അപ്പൊ ഒരു ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചതുപോലെ ആവും.